ശരിക്കും ഒരുപാട് സങ്കടം ഉണ്ടാക്കിയൊരു കാഴ്ചയായിരുന്നു കേട്ടോ ഇത്. നമ്മൾ 2 ദിവസം മുമ്പ് അടവെച്ച കോഴിയാണിത്. നമ്മൾ അതിൻ്റെ ഷോർട്സൊക്കെ ഇട്ടിരുന്നു, അടവെച്ചു എന്ന് പറഞ്ഞിട്ട്. ആ അടവെച്ച കോഴിയാണ് കേട്ടോ ഇത്. കറക്റ്റ് ഒരു 2 ദിവസം ആയതേ ഉള്ളൂ. 2 ദിവസമായപ്പോഴേക്കും കോഴി എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. കോഴി ചത്തുപോയി. നമ്മുടെ അടവെച്ച മുട്ടയ്ക്കകത്ത് തന്നെ ഇരുന്ന് കോഴി ചത്തു. അത് ഇന്ന് രാവിലെയാണ് കേട്ടോ ഇത് കാണുന്നത് തന്നെ. രാവിലെ തന്നെ ഒരു 10-11 മണിക്ക് ശേഷമാണ് ഞാനത് കാണുന്നത്. കോഴി മുട്ടയ്ക്കകത്തിരിക്കുന്നില്ല, ഇട്ട് മാറി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ അടുത്ത് മുട്ടയിടാനായിട്ടൊരു പാത്രത്തിന് ഒരു മുട്ടയായിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇവള് മാറി കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനോർത്തു ആ മുട്ടയിലിരിക്കാൻ ഇഷ്ടം ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഇറങ്ങി മാറിയിരിക്കണമാവുന്ന ഒരു അങ്ങനെ ചില കോഴികൾ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം ഞാനങ്ങനെ മാറ്റിയിരുത്തി. വീണ്ടും ആ മുട്ടയ്ക്കകത്ത് തന്നെ ഇരുത്തിയിട്ടും ഇവിടെ ഇരിക്കുന്നില്ല, പിന്നെ ഇറങ്ങിപ്പോരുക. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന് നോക്കി. വീണ്ടും ആ കൊട്ട വലിച്ചെടുത്തിട്ട് ഞാൻ ആ മുട്ട വെച്ചായിരുന്ന ബോക്സിങ് വലിച്ചെടുത്ത് വെച്ച് നോക്കുമ്പം അതിൻ്റെ അകത്ത് കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. പച്ച കളറിൽ ഇതിൻ്റെ അകത്ത് നിറച്ചെന്തോ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം ഓർത്തിഞ്ഞ് മുകളിൽ നിന്ന് വല്ലതും വെച്ചിരുന്ന എന്തെങ്കിലും സാധനങ്ങൾ വല്ലതും മറിഞ്ഞ് ആടിയതോ അങ്ങനെയല്ലോ ആയിരിക്കുന്നു. പക്ഷെ മറിഞ്ഞ് ആടിയാൽ പോലും ഇതിൻ്റെ അകത്തേക്ക് വരാനുള്ളൊരു സ്പേസ് ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ ഫെറസ് ലാബിൻ്റെ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് നമ്മളിങ്ങനെ തള്ളി നീക്കി വെച്ചിരിക്കുകയാണ്. മുകളിൽ നിന്ന് എന്ത് വന്നാലും അതിൻ്റെ അകത്തേക്ക് എന്തായാലും ചാടത്തില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്നൊരു സ്ഥലമാണത്. തന്നെയല്ല, ഞാൻ മുകളിൽ നോക്കിയപ്പോൾ അതിൻ്റെ മുകളിൽ ചാടാൻ പാകത്തിനുള്ള ഒരു സാധനങ്ങളും അതിൻ്റെ മുകളിൽ വെച്ചിട്ടുമില്ല. ലിക്വിഡായിട്ടുള്ള ഒരു സാധനങ്ങളും ഇല്ല അതിൻ്റെ മുകളിൽ, ആ ഒരു സൈഡിൽ. അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നിയപ്പോൾ ഞാൻ വേഗം അതിനകത്ത് നിന്ന് ആ മുട്ടയൊക്കെ എടുത്ത് തൂത്ത് മാറ്റി ഞാനിത് വേറൊരു ബോക്സ് എടുത്തിട്ട് ആ ബോക്സിലേക്ക് ഞാൻ വെച്ചതായിരുന്നു കേട്ടോ. ആ ബോക്സിലേക്ക് ഞാൻ അത് കുറച്ച് നീളമുള്ള ബോക്സായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് വെറുതെ അങ്ങനെ വെക്കാൻ പറ്റാത്ത കാരണം ഞാൻ അവിടെ കുറച്ച് സ്ഥലം മാത്രമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു പഴയ ബക്കറ്റ് പൊട്ടിയതിൻ്റെ മോൾ ഭാഗം കുറച്ച് റൗണ്ട് ഭാഗം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതെടുത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ വേറെ വൈക്കോല് വെച്ച് എന്നിട്ട് ആ മുട്ടയൊക്കെ എടുത്ത് തൂത്തിട്ട് ഞാൻ വെച്ച് കൊടുക്കാനോട്ട് ചെയ്ത്. മുട്ടയിൽ നിങ്ങൾക്ക് കാണാം കളറ് പറ്റിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഓർത്ത കളറ് പറ്റിയിരിക്കുന്നത് കണ്ടിട്ടാവും കോഴി ഇരിക്കാത്തതെന്ന് കരുതിയിട്ട് ഞാൻ ആ മുട്ട എടുത്ത് മാറ്റി വേറെ സ്ഥലമാക്കി കൊടുത്തത്. അപ്പം മുട്ടയൊക്കെ തൂത്ത് തുടച്ചിട്ടൊക്കെയാണ് ഞാൻ വെച്ച് കൊടുത്തത്. എന്നിട്ടും കോഴീനെ വെച്ച് എടുത്തിപ്പോഴും അത്ര തൃപ്തിയായിട്ടൊന്നും അല്ല അതിൻ്റെ തിരിക്കണമെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഞാൻ കളറ് പറ്റിയത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ ഉള്ളതുകൊണ്ടോ അങ്ങനെ ഇരിക്കുന്നതാവും എന്ന് കരുതി. 1 മണിക്കൂർ പോലും തികഞ്ഞില്ല. അതിന് മുമ്പ് ഞാൻ അന്നേരം ആ സമയത്തേക്കും ഞാൻ വന്നപ്പം കാണുന്ന കാഴ്ച കണ്ടു. അപ്പോൾ കോഴി എങ്ങനെ ഇരിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. കോഴീനെ അടവച്ചാൽ എല്ലാ ദിവസവും ഞാൻ പോയി നോക്കും കേട്ടോ. അത് തീറ്റ തിന്നാനായിട്ട് പുറത്തിറങ്ങി വന്നിട്ടില്ല എങ്കിൽ ഞാൻ ഇറക്കി വിടുമെങ്കിലും ചെയ്യും. പോയി തിന്നിട്ട് വെള്ളമൊക്കെ കുടിച്ച് വരട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ വിട്ട് ഞാൻ കോഴി അത്ര നേരം ശ്രദ്ധിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ നോക്കിയിരുന്ന കോഴിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നിപ്പം ഇങ്ങനെ ഒരു ഇറിറ്റേഷൻ കണ്ടാരണം ഇടയ്ക്ക് ഞാൻ വന്ന് നോക്കിയത്. ഇല്ലേ നമ്മൾ അറിയില്ല കേട്ടോ. പിന്നെ വൈകുന്നേരം ഞാൻ തീറ്റ കൊടുക്കാൻ വരുമ്പോഴായിട്ട് കണ്ടില്ലെങ്കിൽ അന്നേരമാണ് നോക്കുകയുള്ളൂ. അപ്പോൾ ഇത് അങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം തകർന്നു പോയി എന്ന് വേണേൽ പറയാം. നമ്മുടെ ചെറിയ പെടയാണ്. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും പ്രായമില്ല ഇതിന്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് മുട്ടയിട്ടപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാൻ ആ മുട്ടയിട്ടപ്പോൾ തന്നെ അതിനെ അടവെച്ച് ഈ കഴിഞ്ഞ പ്രാവശ്യം നമുക്കിവിടെ ഇറങ്ങിയേക്കുന്ന ആ ചെറിയ കുഞ്ഞുങ്ങളിൽ ഒരു സെറ്റ് കുഞ്ഞ് ഇവളുടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങളെ ഇറക്കി തന്നിട്ട് 2ാമത്തെ പ്രാവശ്യം മുട്ടയിട്ടിട്ട് പോരുന്നതാണ്. അപ്പോൾ ഇവളെ നമ്മൾ അങ്ങനെയാണ് അടവെച്ചത്. അപ്പോൾ ഒട്ടും പ്രായമില്ലാത്തത് 2ാമത്തെ പ്രാവശ്യം മുട്ടയിടുന്ന കോഴിയാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞപ്പോൾ അത് പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വിഷമം തോന്നി. നമുക്ക് ചില സമയം ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് പല പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളൊക്കെ ഉള്ള നേരമായിരിക്കും. അങ്ങനെയുള്ള സമയങ്ങളിൽ ഇങ്ങനെയും കൂടെ വന്നു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കത് സഹിക്കാവുന്നതിലൊരു അപ്പുറമാണ്. ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിങ്ങനെ നമുക്ക് ഒരു വലിയൊരു വേദനയായിട്ട് കിടക്കുന്ന ഒരു സമയം കൂടി ആണ് കേട്ടോ ഇത്. അത് ശരിക്കും ആ ഒരു വേദന മനസ്സിൽ കിടക്കുന്ന സമയത്താണ് ശരിക്കും ഇങ്ങനെയുള്ളൊരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. ഭയങ്കര സങ്കടമായിപ്പോയി എനിക്ക്. കാരണം ഒട്ടും പ്രായമുള്ളൊരു പെടയൊന്നും അല്ല അതുകൊണ്ട്. അപ്പം ഞാൻ ഇതിനെ കുറേ നേരം ഞാൻ അതിനെ ഇങ്ങനെ തൂത്ത് നോക്കിയിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പിള്ളേരെ പോലെ വളർത്തിക്കൊണ്ട് വന്ന കോഴിയാണ്. അപ്പോൾ ഇവരുടെ ബാച്ചിൽ മൊത്തം 5 പേരുണ്ടായിരുന്നു. 5 പേരെ എനിക്ക് കിട്ടിയായിരുന്നുള്ളൂ അന്ന്. അപ്പം 4 പെടയും ഒരു പൂവനുമായിരുന്നു. അതിൽ 4 പെടയിൽ 2 പേര് നാടനും 2 അല്ലാത്ത മുട്ടക്കോഴിയായിരുന്നു. പക്ഷെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാനിവർ എൻ്റെ പിള്ളേരെ പോലെ വളർത്തിക്കൊണ്ട് വന്നായിട്ട് എന്നിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം എന്ന് വെച്ചാൽ ഭയങ്കര വിഷമം. ഞാൻ പറഞ്ഞില്ല, അല്ലാത്ത പല സങ്കടങ്ങളും നമ്മുടെ മനസ്സിൽ കിടക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് കേട്ടോ. ഞാൻ കുറേ നേരം ഞാൻ അതിനിങ്ങനെ നോക്കിയിരുന്നു. കാരണം അത് പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ വൈകിട്ടും ഇങ്ങനെ ഞാൻ കണ്ടപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് അവളവിടെ ഇരിക്കുന്നു, ഒരു പ്രശ്നവും ഇല്ലാണ്ട് അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടതാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്നിടത്തു നിന്നാണ് ഇങ്ങനെയൊരു കാഴ്ച കണ്ട്. ഈ പച്ച നിറത്തിൽ വന്നിരിക്കുന്നത് എന്താ, ഇത് കാഷ്ടാണെന്നാണ് എൻ്റെ ഒരു ധാരണ. ഇനിയിപ്പോൾ അങ്ങനെ ആണെങ്കിൽ തന്നെ എന്തുകൊണ്ട് അങ്ങനെ വന്നു, ആർക്കെങ്കിലും മനസ്സിലായവരുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ.
എന്തുകൊണ്ട് ഇങ്ങനെ വന്നു. പക്ഷേ ഇതിനു മുമ്പ് ഒരു കോഴികൾക്ക് പോലും ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ ഒരവസ്ഥ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതെന്നാന്ന് മനസ്സിലാക്കാനും പറ്റിയിട്ടില്ല. പിന്നെ എന്തെങ്കിലും കടിച്ചാണെന്ന് അറിയാനായിട്ട് ഞാനൊക്കെ ഇങ്ങനെ മേത്തോടെയൊക്കെ നോക്കിയിട്ട് നിറവ്യത്യാസം അങ്ങനെ ഒന്നും കാണുന്നില്ല കേട്ടോ. എന്തായാലും ഭയങ്കര വിഷമമുള്ളൊരു സങ്കടമുള്ളൊരു കാര്യമായിപ്പോയി.